എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകൾ എങ്ങനെ റിക്കവറി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോഴെല്ലാം നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഫോട്ടോകൾ മനസ്സോടെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ ഡിലീറ്റ് ചെയ്തവർ ഈ വീഡിയോ കണ്ട് എങ്ങനെ ഫോട്ടോകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നോക്കുക. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഫോട്ടോകൾ തിരിച്ചെടുക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പേര് ഡിസ്ക് ഡിഗർ എന്നാണ്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഞാൻ പല ആപ്ലിക്കേഷൻസ് ഫോട്ടോ റിക്കവർ ചെയ്യാൻ ഉപയോഗിച്ച് നോക്കി. ജി ക്ലൗഡ് ബാക്ക്, ഹീലിയം, വൺ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, CM ബാക്കപ്പ് തുടങ്ങി പല ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ് ഡിസ്ക് ഡിഗർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഫോട്ടോ റിക്കവർ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അലോ ചെയ്യാൻ ചോദിക്കും. നിങ്ങൾ അലോ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ മേടിച്ചപ്പോൾ തൊട്ടുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓരോന്നായി നിങ്ങൾക്ക് താഴെ കാണുവാൻ സാധിക്കും. ഓരോ ഫയൽസ് ഇവിടെ ഫൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ മേടിച്ചപ്പോൾ ഈ ഫോണിൽ വാൾപേപ്പേഴ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കുറച്ചധികം വാൾപേപ്പേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇതിപ്പോൾ എൻ്റെ റിക്കവറി ഫുൾ ആയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ 2 ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. 4 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അടുത്തതായി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി ഏറ്റവും മുകളിൽ കാണുന്ന റിക്കവറി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കപ്പോൾ ഏതെങ്കിലും ഒരു ഫയലിൽ ഇത് സേവ് ചെയ്യാൻ ചോദിക്കും. ഞാനിവിടെ DCIM എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഞാൻ അതിൽ സേവ് ചെയ്യുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സേവ് ചെയ്യാം. ഞാനിവിടെ ക്യാൻഡി ക്യാം എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അതിനകത്താണ് ഞാൻ ഇവിടെ സേവ് ചെയ്യുന്നത്. ഇവിടെ ഓക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 4 ഫോട്ടോസും ഇവിടെ സേവ് ആയിരിക്കുകയാണ്. അടുത്തതായി സേവ് ചെയ്ത ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് DCIM എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്ത ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ക്യാൻഡി ക്യാമിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻഡി ക്യാം എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ സേവ് ചെയ്ത 4 ഫോട്ടോസും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ 4 ഫോട്ടോസും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ഫോട്ടോസും എത്ര ഫോട്ടോസാണ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്, ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഡിസ്ക് ഡിഗർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എല്ലാവരോടും ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ പെട്ടെന്നാണ് ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് റിക്കവർ ചെയ്തത്. നമ്മൾ പല സ്ഥലങ്ങളിലും ഫോൺ സർവീസിന് കൊടുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും അവർക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇത് പ്രത്യേകം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫോൺ സർവീസിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.